ഹായ്, വെൽക്കം ബാക്ക് ടു അജയ് ബേബീസ് ക്രിയേറ്റീവ് വേൾഡ്. ഞാനിന്ന് കർണാടകത്തിലെ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്രയിലാണ്. ഈ ഗ്രാമങ്ങളിൽ നിന്നാണ് ഈ ഓണത്തിന് നമ്മുടെയൊക്കെ വീടുകളിൽ പൂക്കൾ വരുന്നത്. ഓണപ്പൂക്കളത്തിന് വേണ്ടി മാത്രമല്ല ഇവർ പൂക്കൾ ഉണ്ടാക്കുന്നത്, മറ്റു പല ആവശ്യങ്ങൾക്ക് ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് കർണാടകത്തിലെ ഗ്രാമ കാഴ്ചകളും പൂക്കളുടെ കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. കർണാടകയിലെ ഗ്രാമീണ ജീവിതം കാർഷിക മേഖലയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. കർണാടകയിലെ ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. കർഷകർ പ്രധാനമായും നെല്ല്, കരിമ്പ്, ചോളം, പരുത്തി, റാഗി, നിലക്കടല, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ കാലി വളർത്തലും ക്ഷീര വ്യവസായവും പല കുടുംബങ്ങളുടെയും വരുമാനത്തിൻ്റെ ഭാഗമാണ്. ഈ കാലികളുമായി വരുന്നത് അശോക് എന്ന കർഷകനാണ്. ഈ കർഷകൻ 14 ഏക്കർ സ്ഥലത്തിനുടമയാണ്. കൃഷിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗം. നമ്മൾ ഇപ്പോൾ കാണുന്ന പൂക്കളുടെ കൃഷി അശോകിൻ്റേതാണ്. കർണാടകയിൽ വിവിധ തരം പൂക്കൾ കൃഷി ചെയ്യുന്നുണ്ട്. ജമന്തി, റോസ്, മുല്ല, ചെണ്ടുമല്ലി, താമര, വാടാമല്ലി, സൂര്യകാന്തി എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നവ. നമ്മുടെ കേരളത്തിലും ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഓണത്തിന് പൂക്കൾ അധികവും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഓണം മാർക്കറ്റിനെ മാത്രം ലക്ഷ്യം വെച്ചല്ല കർണാടകത്തിൽ പൂക്കൾ കൃഷി ചെയ്യുന്നത്. ചെറിയ ശതമാനം പൂക്കൾ മാത്രമേ ഓണാഘോഷങ്ങൾക്കായി കേരളത്തിലേക്ക് വരുന്നുള്ളൂ. ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകൾ പൂക്കൾ കാണാനും ഫോട്ടോകൾ എടുക്കാനും ഇവിടെ വരാറുണ്ട്. ಇಲ್ಲ, ತಮಿಳ್ನಾಡು ಸತ್ತಿ ಓಣಂಗಿಲ್ಲ, ಬೇರೆ ಕಡೆಯಿಂದ ಹೋಗುತ್ತೆ, ನಮ್ಮಲ್ಲಿಲ್ಲ. ಕಂಪನಿ ಇದು AVT. തമിഴ്നാട്ടിലെ സത്തി എന്ന സ്ഥലത്തെ AVT എന്ന പെയിന്റ് കമ്പനിയാണ് കർഷകനായ അശോകിന്റെ പൂക്കൾ വാങ്ങുന്നത്. പൂക്കൾ കൂടാതെ ചോളവും അശോക് കൃഷി ചെയ്തിട്ടുണ്ട്. കർണാടകയിലെ പ്രമുഖ നഗരങ്ങളിലെ പൂവ് മാർക്കറ്റുകൾക്ക് പുറമെ പൂക്കൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും വരെ കയറ്റി അയക്കുന്നുണ്ട്. കർണാടകയിലെ ഗ്രാമങ്ങളിൽ സാമൂഹിക ബന്ധങ്ങൾ വളരെ ശക്തമാണ്. കുടുംബങ്ങളും അയൽക്കാരും തമ്മിലുള്ള സ്നേഹബന്ധവും പരസ്പര സഹകരണവും ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഉത്സവങ്ങൾ, ഗ്രാമത്തിലെ ആചാരങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവ ഗ്രാമീണ ജീവിതത്തിന് കൂടുതൽ നിറം നൽകുന്നു. ദീപാവലി, ദസറ, ഗണേശ ചതുർത്ഥി, പൊങ്കൽ തുടങ്ങിയ ആഘോഷങ്ങൾ ഗ്രാമീണർ ഒരുമിച്ച് ചേർന്നാണ് ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ ഗ്രാമീണ ജീവിതം പരമ്പരാഗത ആചാരങ്ങളും ആധുനിക മാറ്റങ്ങളും സമന്വയിക്കുന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പൂക്കളുടെ കൃഷി കർണാടകത്തിലെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. കാർഷിക മേഖലയിലെ പുരോഗതി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പൂക്കൾക്ക് നൽകുന്ന പ്രാധാന്യം ഈ ഗ്രാമങ്ങളിലെ സംസ്കാരത്തിലും ആചാരങ്ങളിലും പ്രതിഫലിക്കുന്നു. ക്ഷേത്രങ്ങൾ, വിവാഹങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് പൂക്കൾക്ക് വലിയ ആവശ്യകതയുണ്ട്. ഗ്രാമങ്ങളിൽ മിക്ക വീടുകളും ലളിതമായ നിർമ്മിതികളാണ്. മൺകുടിലുകളും ഓലമേഞ്ഞ വീടുകളും മുതൽ ആധുനിക വീടുകളും ഇവിടെ കാണാം. ജലം, വൈദ്യുതി, റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മിക്ക ഗ്രാമങ്ങളിലും ലഭ്യമാണ്. പൂക്കളുടെ കൃഷി കർണാടകത്തിലെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. കാർഷിക മേഖലയിലെ പുരോഗതി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പൂക്കൾക്ക് നൽകുന്ന പ്രാധാന്യം ഈ ഗ്രാമങ്ങളിലെ സംസ്കാരത്തിലും ആചാരങ്ങളിലും പ്രതിഫലിക്കുന്നു. പൂവ് കൃഷി ചെയ്യുന്ന ഗ്രാമങ്ങൾ വളരെ മനോഹരവും വർണ്ണാഭവുമാണ്. കർണാടകയിലെ ഗ്രാമങ്ങളുടെ തനതായ സംസ്കാരവും പാരമ്പര്യങ്ങളും ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. കർണാടകയിലെ ഗ്രാമങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.